ഒരു കുറച്ചുകൂടി ലൈറ്റർ സെൻസിൽ നിങ്ങൾ ഈ വീഡിയോ എടുത്താൽ മതി. കാരണം ഞാൻ സാധാരണ ചെയ്യുന്ന വളരെ ഗൗരവമുള്ള ഒരു അനാലിസിസോ അല്ലെങ്കിൽ വലിയ കൂടുതൽ ഇൻഫർമേഷൻസോ ഒന്നും ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് ഈ രണ്ട് പേരെയും, ഈ പറയുന്ന നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ എന്നറിയപ്പെടുന്ന ബോച്ചയെയും അതുപോലെ മറുനാടൻ ഷാജനെയും പരിചയമുള്ള ഒരാളാണ് ഞാൻ. സുഹൃത്ത് എന്നൊക്കെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പരിചയമുള്ള ഒരാളാണ് ഞാൻ. നിരവധി സമയങ്ങളിൽ അവരുമായി സംസാരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ളൊരു സംവാദം ഇപ്പം 5-ാം തീയതി, ഈ വരുന്ന 5-ാം തീയതി ബോബി ചെമ്മണ്ണൂരും അതുപോലെ ഷാജൻ സ്കറിയുമായിട്ടുള്ള ഒരു സംവാദം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് 11 മണിക്ക് ബോബി ചെമ്മണ്ണൂർ അവിടെ എത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞേക്കണത് എനിക്കൊരൊറ്റ വാക്കും ഒരൊറ്റ തന്തയുമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് ഹിന്ദിയിലാണ് പറഞ്ഞത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ആ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ 5-ാം തീയതി അവിടെ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം ഉറച്ച തീരുമാനത്തിലാണ് എന്ന് അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ ഞാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നു. ഷാജൻ സ്കറിയയും എനിക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിയ ഒരാളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സോഷ്യൽ മീഡിയ മറുനാടനാണ്. ഞാൻ അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടും ഞാൻ ചില കൺസൾട്ടൻസി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അവരുടെ മാനേജേഴ്സിന് വേണ്ടി. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഗ്രൂപ്പുകളെയും എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞാനിപ്പോൾ ഷാജനോട് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഷാജനെയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പാണ് ഞാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഓഫീസിൽ ചെല്ലുകയും അവിടെ ചെന്ന് ട്രെയിനിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും പിന്നെ മറ്റു ചില വർക്കുകളൊക്കെ അവരെന്നെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഷാജൻ നിരന്തരമായി ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെയൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റു ചാനലുകളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല. മറ്റ് ചാനലുകളൊക്കെ കൊടുക്കാത്തത് വാർത്ത അവർ സ്വാധീനം കൊണ്ടാണ്, പലപ്പോഴും പരസ്യം കൊടുക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, താരതമ്യേന ഇപ്പോൾ ഒരു കല്യാൺ ജ്വല്ലേഴ്സോ മലബാർ ഗോൾഡോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പലപ്പോഴും 30-40 കോടി രൂപയ്ക്കൊക്കെയാണ് പരസ്യം കൊടുക്കുന്നത്, ഏറ്റവും കുറഞ്ഞത് ഒരു കൊല്ലം. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഒരു 4-5 കോടി രൂപയ്ക്കൊക്കെയാണ് പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, പലപ്പോഴും ചില വാർത്തകൾ ഒക്കെ അവർ കൊടുക്കാറില്ല. അത് പരസ്യം കൊടുക്കുന്നതുകൊണ്ടുണ്ടാവും, പക്ഷേ സ്വാഭാവികമായിട്ട് അത് മാത്രമല്ല, അതിൻ്റെ ഗൗരവം അത്രത്തോളം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടും അവർ കൊടുക്കാറില്ല. ഇതിൽ രണ്ടുപേരെക്കുറിച്ചും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാനിതിലൊരു പക്ഷവും പിടിക്കുന്നില്ല. പക്ഷവും പിടിക്കാത്തതിൻ്റെ കാര്യം, എൻ്റെ ഉറച്ച ബോധ്യം ഈ രണ്ട് പേരുടെ ഭാഗത്തും ചില ശരികളും ചില തെറ്റുകളും ഒക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം കൃത്യമായി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചകൾ പറ്റിയതിൻ്റെ കാരണം ചില സ്റ്റാഫുകളൊക്കെ ചില കാര്യങ്ങളിൽ ഒരു മസിലൊക്കെ പിടിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്റ്റാഫിനൊന്നും അതിന് അങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ വീട് അദ്ദേഹം ജപ്തി ചെയ്യാൻ പോയി. അദ്ദേഹത്തിന് ഒരു 5000 രൂപ 50,000 രൂപ ഏതാണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാലൻസ് ഉണ്ടായിരുന്ന 5000 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ബാലൻസ് ഉണ്ടായിരുന്ന എമൗണ്ട് കൂടി വന്ന് പലിശയൊക്കെ കൂടി വലിയ എമൗണ്ടായി മാറി. അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോയി. പക്ഷേ പിന്നീട് ബോച്ച അത് അറിയുമ്പോൾ അദ്ദേഹം അത് നിരുപാധികം വിട്ടുകൊടുക്കാൻ ഉത്തരവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിട്ടുകൊടുക്കുകയും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ അടുത്ത ആളായി ഓട്ടോറിക്ഷക്കാരൻ മാറുകയും, ഞാൻ വന്ന് വേണമെങ്കിൽ ഷാജനോട്, അതായത് ഈ ഓട്ടോറിക്ഷക്കാരൻ തന്നെ വന്ന് വേണമെങ്കിൽ ഷാജനോട് ഈ കാര്യങ്ങൾ പറയാം എന്നുമൊക്കെയാണ് ഈ ഓട്ടോറിക്ഷക്കാരൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മളൊരു വലിയ ബിസിനസ് നടത്തുമ്പോൾ ചിലപ്പോൾ 10,000-കണക്കിന് ആളുകളൊക്കെ കസ്റ്റമേഴ്സായിട്ട് ഉണ്ടാകുമ്പോൾ ചില പരാതികളൊക്കെ ഉണ്ടാവാം. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ചില ഇപ്പം വളരെ ബുദ്ധിപരമായി മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത്. ഞാൻ പല വലിയ ബിസിനസ് കാര്യമൊക്കെ ജീവിതത്തിൽ കാണാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയാണിത്. പലപ്പോഴും നിങ്ങൾക്ക് ബോച്ച എന്ന് പറയുന്ന ബ്രാൻഡ് നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ വലിയ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ രണ്ടുപേരും നിസ്സാരക്കാരല്ല. അതിൽ ബോച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോച്ച ഏതാണ്ട് 20 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഫേസ്ബുക്കിലുള്ള അദ്ദേഹം ഏതാണ്ട് 200-300-ലധികം കടകൾ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് വണ്ടി പെട്രോൾ അടിച്ചു പോയി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉദ്ഘാടനം ആളുകൾ ചെയ്യിപ്പിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലെ കാര്യം, ഇദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമെന്നും അവിടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ളൊരു പ്രൊപ്പഗാണ്ടയും മാർക്കറ്റിങ്ങും ഒക്കെ ഇവർ തന്നെ ഏറ്റെടുക്കും എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ സ്വാധീനമുള്ള ഒരാളാണ് ഷാജൻ. ഇത്രയും വാർത്തകളൊക്കെ ചെയ്തിട്ടും സാധാരണ ഏതെങ്കിലും ബിസിനസ്സുകാർക്ക് സംഭവിക്കുന്നത് പോലെ ബിസിനസ്സിന് വലിയ ഉലച്ചിലൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല,
പലപ്പോഴും ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ളൊരു പബ്ലിസിറ്റി കൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പോഴും ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം തന്നെ ശ്രമിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇവരുടെ ഓഫീസിൽ തൃശ്ശൂർ എന്നിരിക്കുമ്പോൾ ഒരു പത്ര കട്ടിങ് കാണുന്നു. അതിൽ കേരള കൗമുദിയിൽ ഇദ്ദേഹം കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പുള്ളതാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആകാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള മദ്യമൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേഖകൻ തന്നെ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും ഇത് ഉൾപ്പെടുത്തണോ അതോ കട്ട് ചെയ്യണോ എന്നുള്ളത്. അദ്ദേഹം അത് ഉൾപ്പെടുത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തിനാണ് രതീഷ് ഞാൻ ആവശ്യമില്ലാതൊരു നുണ പറയുന്നത് എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അത് എനിക്ക് കുറച്ചുകൂടി അന്ന് വലിയ താല്പര്യമായിട്ട് തോന്നി. കാരണം നമ്മൾ എന്തിനാണ് ഒരു സ്വഭാവം ഞാൻ മദ്യപിക്കുന്നൊരു കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കുടിയനോ അല്ലെങ്കിൽ മോശമായി മദ്യപിക്കുന്ന ഒരാളൊന്നുമല്ല, അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതിൽ ശരിയല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പിറ്റേ ദിവസം തന്നെ മറുനാടൻ ഷാജൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ചെയ്യുന്നൊരു കാര്യം അന്ന് എനിക്ക് ഷാജനെ അറിയില്ല. മറുനാടൻ ഷാജൻ വീഡിയോ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് മറ്റേ ഈ ബോബി ചെമ്മണ്ണൂർ മദ്യം സൂക്ഷിച്ചിട്ടുണ്ട്, 3 ലിറ്ററിൽ കൂടുതൽ ഒരാൾക്ക് സൂക്ഷിക്കാൻ കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതലായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അത് പരിശോധിക്കണം, നടപടിയെടുക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വലിയ ട്രിവിയലായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഇവർ തമ്മിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഷാജനെ പരിചയപ്പെടുന്നതും ഷാജനായിട്ട് കുറച്ചുകൂടി കൂടുതൽ സമയമൊക്കെ സംസാരിക്കുന്നത്. അത് ഷാജൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അതായത് ഈ പറയുന്ന ഗവൺമെൻറ്റുകൾ ഷാജനെതിരെ കേരള ഗവൺമെൻറ് കേസെടുക്കുകയും ഷാജനെ ചെസ് നമ്പറൊക്കെ ഇട്ട് വേട്ടയാടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷേ ഞാനന്ന് മാത്യു സാമുവലിൻ്റെ ചാനലിലാണ് മാത്യു സാമുവൽ പലപ്പോഴും ഇദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഇദ്ദേഹം ചെയ്തിട്ടുള്ള ചില അബദ്ധങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഷാജനൊപ്പമാണ്. കാരണം ഇങ്ങനെ അദ്ദേഹത്തെ വേട്ടയാടേണ്ടതല്ല. കേരളത്തിൽ ഒരു പുതിയ സംസ്കാരം കൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹം. വളരെ സത്യസന്ധമായി കാര്യങ്ങൾ ജനത്തോട് വിളിച്ചു പറയുന്ന ഒരാളാണ് എന്ന് പറയുന്നൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്ന് വീഡിയോ ഇടുകയും പിന്നീട് ഷാജൻ ഇങ്ങോട്ട് വിളിച്ച് എന്നെ പരിചയപ്പെടുകയും പിന്നീട് കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുകയും എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഞാനങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നില്ല. ചെല്ലുമ്പോൾ അദ്ദേഹം ചെയ്യാനുള്ള അവസരം ഒരുക്കി തരികയും അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ഏതെങ്കിലും ഒരാൾ ശരി ഒരാൾ തെറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അദ്ദേഹം ചില ബുദ്ധികൾ ഉപയോഗിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അതൊരു മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഒരു സെല്ലിങ്ങിനൊക്കെ അദ്ദേഹം വളരെ മിടുക്കനാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റോൾസ് റോയ്സ് അദ്ദേഹം ടാക്സി ആയിട്ട് ഓടിക്കുന്നു എന്ന് 25,000 രൂപയ്ക്ക് ടാക്സി ആയിട്ട് കൊടുക്കുന്നു, ഏതാണ്ട് 150 കിലോമീറ്റർ കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. ഷാജൻ അതിന് ശേഷം അതിനെക്കുറിച്ച് അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഷാജനെ പരിചയമൊന്നുമില്ല, പക്ഷേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷാജൻ പറയുന്നത് അത് തീർത്തും തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പും ആയും ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം അത് കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം അതിന് പിന്നിലുള്ളത് അങ്ങനെ റോൾസ് റോയ്സ് എടുക്കുകയും അത് വാടക കൊടുക്കുകയും ചെയ്യുന്നാൽ 25,000 രൂപ മേടിച്ചിട്ട് കൊടുത്താൽ മുതലാവില്ല. അത് ഷാജൻ പറയുന്ന ലോജിക്ക് കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യം ഈ 25,000 രൂപയല്ല ഇവരടക്കുന്നത്. 25,000 രൂപ ആദ്യ ഗഡു അടക്കുമ്പോൾ അതായത് ഒരു മഹീന്ദ്ര ഹോൾഡേഴ്സ് ഒക്കെ പോലെ തന്നെ ക്ലബ് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഒരു മെമ്പർഷിപ്പ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് അവധിക്കാലങ്ങൾ ആസ്വദിക്കാൻ ഒരു കൊല്ലം 7 ദിവസം വീതം അവരുടെ റിസോർട്ടുകളിലൊക്കെ പോയി അവധിക്കാലങ്ങൾ ആസ്വദിക്കാൻ കഴിയും. ഞാൻ അങ്ങനെ അവരുടെ തേക്കടിയിൽ പോയി ഞാൻ കുടുംബസമേതം താമസിച്ചിട്ടുള്ള ഒരാളാണ്. അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനാണ് എനിക്ക് ചെന്നത്. ഞാൻ അവരുടെ മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന അവിടെ താമസിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ 25,000 രൂപ ആദ്യ ഗഡുവായിട്ട് അടക്കുന്നതാണ്. അന്ന് ആ മെമ്പർഷിപ്പിൻ്റെ വില ഏതാണ്ട് 1.25 ലക്ഷം രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് മാസാമാസം ഗഡുക്കളായിട്ട് അടക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 25,000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന റോൾസ് റോയ്സിൽ ഒരു 150 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന് പറയുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഓഫർ കൊടുക്കാനുള്ള ബോബി ചെമ്മണ്ണൂരിൻ്റെ ബുദ്ധിയായിട്ട് കണ്ടാൽ മതി. അതായത് പലപ്പോഴും നമ്മളിപ്പോഴും പരസ്യം കാണുന്നില്ല. ഇപ്പോൾ 1 രൂപക്ക് നിങ്ങൾക്ക് AC കിട്ടും എന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണുന്നുണ്ട്. അത് കേരളത്തിലും ഇന്ത്യയിലും ഉള്ള രീതിയാണ്. അത് ഗവൺമെൻറ് നിരോധിച്ചാൽ അദ്ദേഹവും നിർത്തും. അല്ലാതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനോട് മാത്രമായി ഇത് നമുക്ക് ചെയ്യണം എന്നൊന്നും പറയാൻ കഴിയില്ല. അതിപ്പോൾ
ജിമ്മി എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ഒരു ലേഖകനുമൊക്കെ ഇദ്ദേഹത്തെ ഒരു തവണ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കണ്ടീഷൻ സപ്ലൈ എന്നുള്ളത് ഓക്സിജൻ സിറ്റിയുടെ പരസ്യത്തിൽ നിങ്ങൾ എന്താണ് വലുതായിട്ട് എഴുതാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വലുതായിട്ട് എഴുതേണ്ട കാര്യമില്ല. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പരസ്യം കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ സാധാരണ കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിൽ ധാർമ്മികമായിട്ട് ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ ഷാജന് കണ്ടെത്താവുന്നേ ഉള്ളൂ. പക്ഷേ നിയമപരമായി അതൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഷാജനും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഷാജൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം 10 കോടിക്കണക്കിന് രൂപ ഈ ബോബി ചെമ്മണ്ണൂർ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ തേയില വിറ്റിട്ട് എന്നുള്ളതാണ്. തേയിലയോടൊപ്പം അദ്ദേഹം ഒരു ലോട്ടറി കൂടി കൊടുത്തിരുന്നു. തേയിലയോടൊപ്പമുള്ള ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ പോലെയാണ് ലോട്ടറി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിയമപരമായിട്ട് ഒരു തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ നിയമപരമായി ആരെങ്കിലും ഫൈറ്റ് ചെയ്താൽ തന്നെ അദ്ദേഹം തന്നെ ജയിക്കാനാണ് സാധ്യത. അപ്പോൾ അതിൽ ഷാജൻ പറയുന്നുണ്ട്, അങ്ങനെ വാർത്തയുടെ ഒരു മെയിൻ പോയിന്റിൽ ഞാൻ ശരിയായിരിക്കും, പക്ഷേ ചില കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് പറയുന്നൊരു കാര്യം ചിലപ്പോൾ ഈ കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ പറയുന്നൊരു കാര്യം 10 കോടി രൂപയോളം എനിക്കിതിൽ നഷ്ടമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയായിരിക്കും. കാരണം ഒരു ബിസിനസ് തുടങ്ങി അദ്ദേഹം ഏറ്റവും ആദ്യം ഈ തേയിലയുടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി മുടക്കുന്ന പണമായിട്ട് നമ്മളതിനെ കണ്ടാൽ മതി. അത് നഷ്ടമെന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഒരു ബ്രേക്ക് ഈവൻ പീരീഡ് ഏത് ബിസിനസ്സിനുണ്ടാവും. അതുപോലെ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു ലാഭത്തിലേക്കൊക്കെ വരാൻ കഴിയുള്ളൂ. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മളതിന് മേടിക്കുന്ന എക്യുപ്മെൻറ്റ്സും നമ്മുടെ ഓഫീസ് റെൻറ്റും എല്ലാം കൂടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്കെങ്കിലും അത് നഷ്ടത്തിലായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അത് അത്ര മിടുക്കനാണെങ്കിൽ മാത്രമേ നമുക്കൊരു 3 മാസം 6 മാസം കൊണ്ട് അത് ലാഭത്തിലേക്കാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരു എക്സ്പെൻഡിച്ചർ ഇവർ മുടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ബൈജൂസ് ആപ്പൊക്കെ ലാസ്റ്റ് വരെ നഷ്ടത്തിലായിരുന്നു. പക്ഷേ അപ്പോഴും അവർ വൻതോതിൽ പരസ്യം കൊടുത്തിരുന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ മറ്റ് ചില ബിസിനസ്സുകളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാകാം എന്ന് ഷാജൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ചില വീഡിയോകൾ ഷാജൻ ചെയ്തതിൽ ഷാജന് ഫാക്ച്വലി ചില കാര്യങ്ങളിൽ അബദ്ധങ്ങൾ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടാകും. പക്ഷെ അദ്ദേഹം പോലും അത് ബോബി ചെമ്മണ്ണൂരിനെ തകർക്കണം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെയ്തതാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ചുകൂടി ന്യായമായി നീതിയുക്തമായി അദ്ദേഹത്തിന് ഒരു പരാതി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു 2 വള്ളത്തേലും കാലുകുത്തുന്ന പരിപാടിയല്ല. ഞാൻ എൻ്റെ ഉറച്ച ബോധ്യങ്ങളാണ് നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഒരു തെറ്റുമില്ലാതെ മിസ്റ്റേക്കുമില്ലാതെ എല്ലാ സ്റ്റാഫുകളും കൃത്യമായി ജോലി ചെയ്തിട്ടുണ്ടാവും എന്നൊന്നും അദ്ദേഹവും പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹവും പറയുന്നുണ്ട് ചിലപ്പോൾ ചില മിസ്സെല്ലിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടാവാം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ഒരു വലിയ ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ ഏതിലും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. ഷാജനെ പോലൊരാൾ ഇവിടെ നിലനിൽക്കണം എന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരുമൊക്കെ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അടച്ചുപൂട്ടി പോകേണ്ട ആളുകളാണ് ഇവരൊന്നും ഉള്ള ധാരണ എനിക്കില്ല. പിന്നെ ഇതിൽ ചില കോമഡികളൊക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം ഷാജൻ ഇപ്പം തന്നെ ചോദിക്കുന്നത് അടച്ചു പൂട്ടണോ വേണോ അത്രയും പോകണോ, ഞാൻ മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പ്രൊമോഷൻ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തോളാം എന്നൊക്കെയാണ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുമോ? ഷാജൻ പറയുന്നത് മുഴുവൻ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ 60% ശരിയാണെങ്കിൽ നിങ്ങൾ അടച്ചു പൂട്ടുമോ എന്നാണ് ഷാജൻ തിരിച്ചു ചോദിക്കുന്നത്. അതിന് ബോബി ചെമ്മണ്ണൂർ ധൈര്യത്തോടെ പറയുന്നത് ഞാൻ എന്ത് ചെയ്യും, അടച്ചു പൂട്ടും എന്നാണ്. എന്ന് പറഞ്ഞാൽ 100% ഞാൻ അടച്ചു പൂട്ടുമെന്നാണ്. ചില പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഏതൊരു ബിസിനസ്സിനെ കുറിച്ചൊക്കെ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഗോൾഡ് സ്കീമുകളൊക്കെ ഉണ്ട്, അവരുടെ ഡയമണ്ട് സ്കീമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ജോയിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ അൺഡ്യൂ ഒട്ടും ന്യായമല്ലാത്ത ഒരുപാട് ഡിമാൻഡുകളൊക്കെ ചോദിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒന്നും നമുക്കൊരു സംശയമില്ല. അതുകൊണ്ട് അവരൊക്കെ തന്നെ പരാതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് ചെയ്യാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹവും റിയാലിറ്റിയിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ ഇതിനൊക്കെ തൊട്ട് കുറേ നാൾ മുമ്പ് തന്നെ ഷാജന് തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിൽ കുറേ വിശദമാക്കാമെന്ന് പറഞ്ഞ് നിരവധി വീഡിയോകളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. പിന്നെ ഷാജൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ചില പ്രൊജക്റ്റുകൾ അദ്ദേഹം ഇപ്പോൾ ഓക്സിജൻ സിറ്റി പ്രഖ്യാപിച്ചു, ചില പ്രൊജക്റ്റുകളൊക്കെ പ്രഖ്യാപിച്ചു, ഒന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ ചില പ്രൊജക്റ്റുകളിലൊക്കെ കാലതാമസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഷാജൻ പറയുന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്വപ്നമാണല്ലോ നമ്മളുടെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഐഡിയ വരുന്നു, ആ ഐഡിയ നമ്മൾ പ്രഖ്യാപിക്കുന്നു, അത് ചിലപ്പോൾ പേപ്പറിലേക്ക് എത്തിക്കുന്നു, എക്സിക്യൂഷനിലേക്ക് വരുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് താമസവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിനും അപ്പുറത്തേക്കുള്ള ചില വെല്ലുവിളികളൊക്കെ ഇവർ തമ്മിൽ നടക്കുന്നുണ്ട്, ചില തമാശകളൊക്കെ. അതായത് ഈ ബോബി ചെമ്മണ്ണൂർ ഓടിയിട്ടില്ല എന്നൊക്കെയാണ് ഷാജൻ പറയുന്നത്.
അപ്പോൾ അത് ഷാജൻ്റെ കയ്യിൽ എന്താണ് തെളിവ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ വരൂ, നമുക്ക് രണ്ടുപേർക്കും കൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടാം എന്നുള്ളതാണ്. അതെനിക്ക് നല്ല വെല്ലുവിളിയായിട്ട് തോന്നി. കാരണം ഷാജൻ എന്താണെങ്കിലും ഒരു ദിവസം 6-7 വീഡിയോ ചെയ്യേണ്ടതുണ്ട്. ഷാജൻ ഇംഗ്ലണ്ടിൽ പോയാൽ പോലും ഇരുന്ന് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കളഞ്ഞിട്ട് ഇപ്പോൾ ഓടാൻ പറ്റില്ല. ഇനി ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല, ക്ഷീണിക്കുമെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് വണ്ടിയിൽ പോയിരുന്നോളൂ, ഞാൻ ഒറ്റക്ക് ഓടിക്കോളാം എന്നൊക്കെയാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഇതിനോടൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുകയായിരുന്നു. അദ്ദേഹം വളരെ മൈൽഡായിട്ടൊക്കെ തന്നെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. തീവ്രമായ റിയാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം അദ്ദേഹം പറയുന്നത് കുറേ കൂടി തീവ്രമായിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ. കാരണം ഇത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ അങ്ങോട്ട് എല്ലാ തെളിവുകളുമായി വരാം, നിങ്ങൾ അടച്ചുപൂട്ടുമോ എന്നൊക്കെ ചോദിച്ചത് ആദ്യമേ തന്നെ ബോബി ചെമ്മണ്ണൂരാണ്. ഇതിനു മുമ്പും ഷാജൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് ദിവസം വന്നാലും ഞാൻ അത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂവിന് നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം തരാം എന്നുള്ളത് ഷാജൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാജന് ചില മിസ്റ്റേക്കുകളൊക്കെ ഷാജൻ്റെ വാർത്തകളിലും ഒക്കെ ഉണ്ടായേക്കാം, ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. ചില കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയുന്ന അഭിപ്രായവും എനിക്കുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇത് സ്വാഭാവികമായും ഈ 5-ാം തീയതി ബോച്ചെ എത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബോച്ചെ എത്താതെ ഒഴിഞ്ഞു മാറാനാണ് സാധ്യത എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പോലും ഷാജൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ബോച്ചെ മറ്റൊരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ബോൾഡായി വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ ഉറപ്പായും, എനിക്ക് ഒരൊറ്റ ഫാദറേ ഉള്ളൂ, ഞാൻ ഉറപ്പായും വന്നിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമേ ഞാൻ പറയുള്ളൂ, എനിക്ക് ഒരൊറ്റ ഫാദറേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് ബോച്ചയെ പോലൊരാൾ പിന്മാറാനുള്ള ഒരു സാധ്യതയുമില്ല. അദ്ദേഹം ഒരുപാട് ആലോചിച്ച്, കൃത്യമായി ആലോചിച്ച് മാത്രം വളരെ മച്ചുവേർഡായി തീരുമാനമെടുക്കുന്ന ഒരാളാണ്. ജനങ്ങളൊക്കെ അദ്ദേഹത്തെ കാണുന്നത് പലപ്പോഴും ചില വിഡ്ഢിത്തങ്ങളൊക്കെ കാണിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും. പക്ഷെ അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റായ ഒരു ബിസിനസ്സുകാരനാണ്. മണ്ടറാണെന്നുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നു എന്നുള്ളൊരു രീതി അദ്ദേഹം കാണിക്കുന്നത് പോലും ഒരു മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിയുടെയൊക്കെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതാണ്. കാരണം ബോബി ചെമ്മണ്ണൂർ 5-ാം തീയതി അവിടെ ചെല്ലുകയും നേരത്തെ ഷാജനുമായ ഒരു വലിയ സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ, ഷാജൻ്റെ 5 ചാനലുകളിലൂടെ അത് കൃത്യമായി സംപ്രേഷണം ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും റീച്ച് ഭയങ്കരമായി കൂടും. അത് രണ്ടുപേരുടെയും ബിസിനസ്സിന് വലിയ സഹായം ചെയ്യും. മൂന്നാമത്തത്, അവർ തമ്മിൽ മിക്കവാറും നല്ല സൗഹൃദത്തിലാവാനും ഉള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം അതിനും അപ്പുറത്തേക്ക് ഇത് സംവാദം നടത്തുമ്പോൾ ഇതിൽ ആരാണ് ശരി, ആരാണ് ജയിച്ചതെന്ന് തൂക്കി നോക്കി കൃത്യമായി ആരാരെ പൂട്ടും എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ. ഇതിൽ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇത് അന്ന് തന്നെ പൂട്ടി താക്കോല് തരികയാണെങ്കിൽ പിന്നെ അവർക്കൊക്കെയുള്ള ശമ്പളം ഇരട്ടിയാക്കി ബോബി ചെമ്മണ്ണൂർ കൊടുക്കും. അതുകൂടാതെ വളരെ ഈ വ്യാജ വാർത്തകളല്ലാതെ നല്ല വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്ത ഒരു സ്ഥലമായി അതിനെ മാറ്റും. എന്നിട്ട് അദ്ദേഹത്തിന് ബാക്കിയുള്ള പണം, പകുതി പണം പാവങ്ങൾ കൊടുക്കും, പകുതി പണം 50 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ 25 ലക്ഷം രൂപ നേരെ തൊഴിലാളികൾക്ക് ഇരട്ടി ശമ്പളമാക്കി കൊടുക്കും, ബാക്കിയുള്ള 25 ലക്ഷം രൂപ പാവങ്ങളെ സഹായിക്കും എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പല വെല്ലുവിളികളാണ്. ഷാജൻ പേടിച്ചുപോയി എന്നുള്ളതിലൊക്കെ അദ്ദേഹം കഴിഞ്ഞ തവണ ആർട്ട്ലെക്സ് കൺവെൻഷൻ സെൻറ്ററിൽ ഫിജി കാർഡിൻ്റെ ഒരു സമ്മേളനത്തിൽ വന്ന് പൂട്ടറോ, ഞാൻ മറ്റേ ഇത് ചെയ്താൽ പോരെ, അതായത് ഞാൻ നിങ്ങൾക്കുള്ള ഫ്രീ ആയി പ്രൊമോഷൻ ചെയ്യുകയും മാപ്പ് പറയുകയും ചെയ്താൽ പോരെ എന്ന് ഷാജൻ ചോദിച്ചതിനെയും അദ്ദേഹം കളിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഷാജന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഞാൻ ശരിയാണ്, എൻ്റെ ഒരു 60% ശരി എൻ്റെ ഭാഗത്തുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പൂട്ടലൊന്നും നടക്കില്ല എന്ന് നമുക്കറിയാം. ഒരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ജനാധിപത്യത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നാണ് വിയോജിപ്പുകളുള്ളവരുമായി വലിയ സംവാദങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും മനോരമ പോലെയുള്ള വലിയ പത്രങ്ങളും അടക്കം ആരെക്കുറിച്ചെങ്കിലും അങ്ങോട്ട് കൃത്യമായി മോശമായൊരു വാർത്തകൾ അച്ചടിക്കുകയും ആ വാർത്തകൾ അച്ചടിച്ചതിന് ശേഷം അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാതെ അവരെ മുദ്ര കുത്തുകയും അങ്ങനെ അവരുടെ ബിസിനസ്സും അവരുടെ ജീവിതവും ഒക്കെ തകർക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം, ഒരു പോക്സോ കേസിൽ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു അമ്മയുടെ പേരിൽ നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ വലിയ വാർത്തകൾ കൊടുക്കുകയും ഏറ്റവും ഒടുവിൽ അവർ കുറച്ചു കാലം ജയിലിൽ കിടക്കുകയും അതിനുശേഷം ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും ഉദാത്തമായ മാതൃകകളാണ് ഈ രണ്ടുപേരും കാണിക്കുന്നത്. കാരണം ജനാധിപത്യപരമായി ഒരു അവസരം ബോബി ചെമ്മണ്ണൂരിന് സ്വന്തം ചാനലിൽ തന്നെ മറുനാൾ ഷാജൻ കൊടുക്കുന്നു. അത് അദ്ദേഹത്തിന് ഗുണമുള്ള കാര്യമാണ്, പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം കൊടുക്കുന്നു. ബോബി ചെമ്മണ്ണൂരാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ ഒരു നന്മ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം,
ഈ ഷാജനെ ഇട്ട് ആളുകൾ ഓടിക്കുകയും അതുപോലെ തന്നെ നിരവധി കേസുകൾ എടുക്കുകയും ഷാജൻ നിരവധി തവണ ഒളിവിൽ പോവുകയൊക്കെ ചെയ്തപ്പോൾ പോലും ഷാജൻ്റെ പല മിത്രങ്ങളും ശത്രുക്കളും ഒക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിയാനും വാർത്തകൾ കൊടുക്കാനും വീഡിയോകൾ ചെയ്യാനും ഒക്കെ തയ്യാറായെങ്കിൽ ആ സമയത്ത് പോലും ഷാജനെതിരെ ഒരു വീഡിയോ പോലും ചെയ്യാനോ ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കാനുള്ള എന്തെങ്കിലും പരിശ്രമത്തിൽ പങ്കാളികളാകാനോ ഒന്നും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ നേർക്കുനേരുള്ള ഒരു സംവാദത്തിലേക്ക്, ഫൈറ്റിലേക്ക് തയ്യാറാകുന്നു. പക്ഷേ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്നറിയില്ല. കാരണം ബോബി ചെമ്മണ്ണൂർ 1000 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് 1000 ഏക്കറിൻ്റെയും ഒരു പെട്ടി ആധാരം അവിടെ നിന്ന് പരിശോധിക്കലൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ 100% ആരുടെയെങ്കിലും ഒരാളുടെ ഭാഗത്ത് ശരിയും തെറ്റുമാണ് എന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളാണ്. സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. 5-ാം തീയതി അവിടെ എത്തിയാൽ വളരെ കൃത്യമായി കേരളം ഉറ്റുനോക്കുന്ന രീതിയിലുള്ള ഒരു സംവാദം നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് നല്ല മാതൃകകൾ കൂടിയായിരിക്കും. ഇനിയും ബിസിനസ്സുകാരെ കുറിച്ച് എതിർ വാർത്തകളൊക്കെ കൊടുക്കുന്ന ചാനലുകൾ ഇതുപോലെ അവർക്ക് കൂടി വലിയ സ്പേസുകൾ കൊടുക്കട്ടെ. കാരണം ഒരുപാട് പെയിൻ എടുത്താണ് പല ബിസിനസ്സുകളും കെട്ടിപ്പടുക്കുന്നത്. പക്ഷെ അത് കളയാൻ ഇതുപോലെയുള്ള ചെറിയ 1-2 വാർത്തകളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഒക്കെ മതി. അതുകൊണ്ട് അത്തരത്തിലുള്ള സംവാദങ്ങൾക്കുള്ള വലിയ കാര്യം ഈ പറയുന്ന പോലെ ചെയ്തു കൊടുക്കട്ടെ. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചോളം അദ്ദേഹവും പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഒരു ബിസിനസ് എന്നുള്ളതിനുമപ്പുറം നിരവധി ആളുകളുടെ ഒരു ആർമി അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സംവാദം നടക്കട്ടെ. ആ സംവാദത്തിന് ശേഷം ഇവർ രണ്ടുപേരും മിക്കവാറും വളരെ നല്ല സുഹൃത്തുക്കളായി 2 സ്ഥാപനങ്ങളും ഗംഭീരമായി പ്രവർത്തിക്കാനാണ് സാധ്യതകൾ. അതിനപ്പുറം കാത്തിരുന്ന് ഇവർ തമ്മിൽ അടികൂടുന്നത് കാത്തിരുന്ന് രസിക്കാനുള്ള മലയാളികളുടെ ഒരു ത്വര ഉണ്ട് എന്നെനിക്കറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇതിൽ.